ഇനിയുണ്ടല്ല അത്തായത്തിനില്ലേ ഈ ഉമ്മമാര് പിള്ളേരെ വിളിച്ചിട്ട് ബുദ്ധിമുട്ടേണ്ട ആവശ്യം ഉണ്ടാവില്ല കേട്ടാ. ഈ ചിക്കൻ ഫ്രൈൻ്റെ മണം കേൾക്കുമ്പോൾ തന്നെ ഇല്ലേ ഓടിക്കൊണ്ട് വന്നോളും. അത്രക്കും ഞാൻ ലൈഫിൽ കഴിച്ചതിൽ ഏറ്റവും ടേസ്റ്റിൽ ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ ഇത്. അത്രയ്ക്ക് സൂപ്പറാണ്. അത് മാത്രമല്ല പണിയും ലാഭമാണ്. ജസ്റ്റ് ഒന്നുമില്ല അത്താഴത്തിന് ടൈം ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി. അതിൻ്റെ കൂടെ തന്നെ ഇല്ല കറിയും വേണ്ട കഴിക്കാൻ വേണ്ടി. ഇതിൽ തന്നെ കണ്ടില്ലേ വെറും ചിക്കൻ ഫ്രൈ അല്ല, ഇതിൻ്റെ സൈഡൊക്കെ കണ്ടില്ലേ. അപ്പോൾ ഈ അടിപൊളി റെസിപ്പി കണ്ടാൽ നമുക്ക് ഏത് ഫുഡിൻ്റെ കൂടിയും കഞ്ഞി പൊറോട്ട പത്തില് എന്ത് സാധനത്തിൻ്റെ കൂടി നമുക്ക് അടിപൊളിയായിട്ട് കഴിക്കാം. ഞാനിതിലേക്കില്ലേ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല കേട്ടോ. അപ്പം ഞാൻ കുറച്ച് വറ്റൽ മുളക് എടുക്കുന്നുണ്ട്. അത് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഒരു 5-6 പീസ് എടുത്താൽ മതി. ഞാൻ ഇപ്പം 4 ലെഗ് പീസായിട്ടാണ് ആക്കുന്നത്. ഈ ചിക്കൻ ഫ്രൈ എന്ന് പറയുമ്പോൾ നമ്മളെ മെയിനിലേക്ക് നമ്മളെ ലെഗ് പീസിലെ കയറി വരല്. അപ്പോൾ ലെഗ് പീസ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനൊന്നും നോക്കിയില്ല, ഈ ചിക്കൻ ഫ്രൈ തന്നെ അങ്ങ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. പക്ഷെ തല്ലും കുത്തെല്ലാം ഉണ്ടായിട്ട് ഈ ചിക്കൻ ഫ്രൈക്ക് തീർന്നിട്ടൊക്കെ. ആദ്യം നമുക്കില്ലേ ഈ ചിക്കൻ്റെ ലെഗൊക്കെ നല്ല വൃത്തിക്കൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് എടുക്കാം കേട്ടോ. ചിക്കൻ്റെ ലെഗ് ആയതുകൊണ്ട് തന്നെ അധികമൊന്നും ഉണ്ടാവില്ല ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ജസ്റ്റ് ഒന്നിങ്ങനെ വെള്ളത്തിൽ കുറേ വട്ടം ഒന്ന് കഴുകിയെടുത്താൽ മാത്രം മതി. നമുക്കിതെല്ലാം ഒന്ന് നല്ല വൃത്തിക്ക് വരഞ്ഞു കൊടുക്കാം കേട്ടോ. നമുക്കിത് അങ്ങോട്ടൊന്ന് മാറ്റി വെക്കാം. നമുക്കിനി വേണ്ട ബാക്കി കാര്യങ്ങളൊക്കെ റെഡിയാക്കി എടുക്കാം. നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിട്ട് വറ്റൽമുളക് അത് നമുക്ക് വെള്ളമൊക്കെ മാറ്റിയിട്ട് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് വേണ്ടതില്ലേ ചെറിയ ഉള്ളിയാണ് കേട്ടോ. കൂടുതൽ ക്വാണ്ടിറ്റി ഒന്നും വേണ്ട. ഒരു 4 പീസ് ചെറിയ ഉള്ളി ഞാൻ എടുത്തിട്ടുള്ളൂ. പിന്നെ ഒരു ചെറിയ പീസിലെ ഇഞ്ചി കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളിയും കൂടി എടുത്തിട്ടുണ്ട്. തൊലി ഞാൻ ഫുള്ളായി കളഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. കുറച്ച് ഐറ്റംസ് വെച്ചിട്ട് കറിക്ക് പകരം ഫ്രൈക്ക് പകരം രണ്ടും കൂടി യൂസ് ആക്കാൻ പറ്റിയ നല്ല അടിപൊളി ഫ്രൈ ആണ് കേട്ടോ. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടില്ലേ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക കേട്ടോ. ഓവർ പേസ്റ്റ് ആകുമ്പോൾ ആ തരിതരിപ്പും കാര്യങ്ങളൊക്കെ വേണം. ഇതുപോലെ ക്രഷ് ചെയ്തെടുക്കുക കേട്ടോ. ഇനി ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി ഒരു ബൗളിട്ട് നേരത്തെ കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്ത് വെച്ച ചിക്കനില്ലേ വേറിനോടുത്തെ ആ ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അതിന് ശേഷം ചിക്കൻ ആവശ്യമില്ല ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പ് ഓവർ ആകുമ്പോഴുള്ള കുറച്ച് സോയാ സോസ് ചേർത്ത് കൊടുക്കാനുണ്ട്. സോയാ സോസ് നിർബന്ധമൊന്നുമില്ല, ജസ്റ്റ് ഒരു ടേസ്റ്റിന് വേണ്ടി ചേർത്ത് കൊടുക്കുന്നതാണ്. ഇതിലേക്ക് നല്ലോണം പൊടിയൊന്നും ഞാൻ ചേർത്ത് കൊടുക്കില്ല. ഒരു 3-4 പൊടി മാത്രം ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഞാൻ വലിയ ജീരകത്തിൻ്റെ പൊടിയായിട്ട് എടുത്തിട്ടുള്ളത്. അത് 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഗരം മസാല കൂടി എടുത്തിട്ടുണ്ട്. അത് 1/2 ടീസ്പൂൺ കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, നമ്മൾ ചിക്കൻ എത്രയാണ് എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ സാധനം ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് വെറുതെ ഇങ്ങനെ ഇട്ട് കൊടുക്കല്ലേ, അങ്ങനെ ഇട്ട് കൊടുത്തതാണ് കേട്ടോ. ഇത് നിർബന്ധമൊന്നുമില്ല. ഒരു സാധനം വാങ്ങിച്ചു ചെയ്താൽ പിന്നെ അതിങ്ങനെ ഇട്ടുകൊണ്ട് നിൽക്കണമല്ലോ. ഫസ്റ്റ് വാങ്ങിയ പാടിലൊരു എന്ത് പറയില്ല അത് തന്നെ. അത് ഷവർമ പൗഡറായിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ അളവൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്തതേ ഉള്ളൂ. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനാഗിരി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ച മിക്സില്ലേ അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്കില്ലേ 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിന് ശേഷം 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കൂടി ചേർത്ത് കൊടുക്കുക. നമ്മൾ ചിക്കൻ എടുക്കുന്നതനുസരിച്ച് ടൈപ്പ് പൊടിയൊക്കെ മാറ്റം വരുത്തേണ്ടത്. ഇനി ഇതെല്ലാം ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിൻ്റെ ഇടയ്ക്ക് പല സൗണ്ടൊക്കെ വരും, അതൊന്നും ആരും മൈൻഡാക്കാൻ നിൽക്കണ്ട കേട്ടോ. ഇനി ഇത് നല്ലോണം കൈ യൂസാക്കിയിട്ടില്ലേ ഫുള്ള് മിക്സ് ചെയ്തിട്ട് ഒരു 1/2 മണിക്കൂർ എന്തായാലും മാറ്റി വയ്ക്കും. ഇപ്പോൾ അത്താഴത്തിനൊക്കെ ആക്കുന്നില്ല, അത്താഴത്തിനാക്കേണ്ട സാധനം ഒന്നല്ല, എന്നാലും പറയാം അത്താഴത്തിനൊക്കെ ആക്കുന്നെങ്കിലില്ലേ നമ്മൾ രാത്രിയെ പരക്കി വെച്ചിട്ട് അത്താഴത്തിൻ്റെ ടൈം പൊരിച്ചാൽ മതി. അല്ലെങ്കിൽ ഒരു 1/2 മണിക്കൂർ പരക്കിയിട്ട് വെച്ചോ. ഞാനിത് ക്ഷമയൊന്നുണ്ടായിട്ട് 1/2 മണിക്കൂറൊന്നും വെച്ചിട്ടില്ല, 10 മിനിറ്റോടെ തന്നെ പൊരിച്ചെടുത്തിട്ടുണ്ടായി. ഇതിന് ടേസ്റ്റ് ഒരു കുറവുണ്ടായിട്ട്. നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കും. നിർബന്ധമായിട്ടും വെളിച്ചെണ്ണയിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കണേ. നല്ലോണം ഇത് ചിക്കനൊക്കെ ഇല്ലേ മുക്കി പൊരിക്കുന്ന രീതിയിൽ ഓയിൽ ഒഴിച്ചു കൊടുത്തിന്. ഓയിലിന് ഇതൊന്നും ആവില്ല, എന്ത് പറയല് ഫുൾ അളയി പോകുന്നില്ല. നമുക്ക് കോൺഫ്ലവറും അരിപ്പൊടിയൊക്കെ ഇട്ടുകൊണ്ട് തന്നെ ഓയിലൊന്നും ആകാൻ പോകുന്നില്ല. ഇനി ചിക്കനൊക്കെ ഇട്ടിട്ട് ബാക്കി വരുന്ന ഇതില്ലേ ഈ മസാലയിലേക്കില്ലേ ഒരു 2 ടേബിൾ സ്പൂൺ തേങ്ങ കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. മസാല എത്രയാന്ന് വരുന്ന ആ ഒരു അളവിൽ ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം ഒന്ന് മിക്സാക്കി എടുക്കുക. നമുക്ക് അത് അവിടെ മാറ്റി വെച്ചിട്ട് നമുക്ക് ചിക്കൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിച്ചിട്ട് കൊടുക്കുക. ഇപ്പോൾ ഇത് ഒരു സൈഡ് ഏകദേശം ആയിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിൽ ഇട്ട് പൊരിച്ചിടുക. ഇത് ലെഗല്ലേ കുറച്ച് ടൈം എടുക്കും പൊരിയാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് മീഡിയം ടു ഹൈ ഫ്ലെയിം മതി കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിച്ചിട്ടിട്ടില്ലേ പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഓരോന്നായിട്ട് ഇങ്ങനെ വേറൊരു പാത്രത്തിലേക്ക് ചെക്കം ഉണ്ടാണ്ടിക്ക് ഓരോരോ പാത്രത്തിലേക്കായിട്ടില്ലേ മാറ്റി കൊടുക്കാം കേട്ടോ.
ചിക്കൻ മാറ്റിവാടന്നില്ലേ ഓയിൽ മാറ്റിടും. ചിക്കൻ ഫ്രൈ ചെയ്ത പാടുന്ന ഓയിൽ ഓഫാക്കാൻ നിൽക്കണ്ട. അതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചതില്ലേ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനിയില്ലേ ഇത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണേ. ഹൈ ഫ്ലെയിമിലിട്ട ചിക്കനൊക്കെ ചിക്കനല്ല കോക്കനട്ടൊക്കെ പെട്ടെന്ന് കത്തിപ്പോവും. എൻ്റെ പറയാനുള്ള കോൺസെൻട്രേഷൻ മൊത്തം കളഞ്ഞിട്ടാന്നില്ല കേട്ടോ. എന്നെ പറയാനേ വിടുന്നില്ല. അപ്പുറത്തും ഇപ്പുറത്തും ഭയങ്കരമായിട്ട് സൗണ്ട് ഉണ്ടാക്കിയതും അതാണ് കേട്ടോ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. ഇനി ഇതിലേക്കില്ലേ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഒരു 5-6 പീസ് പച്ചമുളകും ഇത് ഇട്ടോട്ട് ചെയ്താൽ നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ എന്ത് പറയല് അടിപൊളി ടേസ്റ്റാണ് ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ട് മിക്സ് ചെയ്തിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ഇതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്ത് വന്നേതാ അതിലേക്ക് കോരി ഇട്ട് കൊടുക്കട്ടെ ചിക്കനിലേക്ക്. ഈ ഫ്രൈ ചെയ്ത് എടുക്കുന്ന അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ കൈ ഇടയ്ക്കിടയ്ക്ക് അതിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. ഒരു കഷ്ണം കടിച്ചാലോ എന്ന്. പക്ഷേ വേണ്ട, നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാനില്ലേ. എത്ര നല്ല ഫുഡും എന്താക്കിയാലില്ലേ ഫോട്ടോ ശരിയാവുന്നേ ഇല്ല. ഒന്നിങ്ങനെ കുട്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ടില്ലേ എനിക്ക് വിചാരിച്ച പോലെ ഫോട്ടോ എടുക്കാനോ ഒന്നും പറ്റുന്നില്ല. അപ്പം ഈ ഒരു പരിഭാവമായിട്ട് എടുക്കേണ്ട, ഓവർ കത്താനേ പാടില്ല. ഇത് നല്ല ടേസ്റ്റുള്ള സാധനമാണ് കേട്ടോ, അടിപൊളി സാധനം. ഒരു പൊറോട്ടയോ ഒരു ചപ്പാത്തിയൊക്കെ ഉണ്ടെങ്കിൽ ഈ ചിക്കൻ ഫ്രൈയും ഇതിൻ്റെ ഈ സാധനവും കൂടി കൂട്ടിയാൽ മാത്രം മതി. വേറൊരു ഗ്രേവിയോ കറിയോ ഒന്നും വേണ്ട. ഇത് കഴിച്ചിട്ട് എല്ലാവരും പറഞ്ഞാൽ അത്രയ്ക്ക് അടിപൊളിയാണ് കേട്ടോ. കാണുമ്പോൾ ഭയങ്കര എരിവൊക്കെ തോന്നുവേ. പക്ഷേ അത്ര എരിവൊന്നുമില്ല. ഞാൻ എരിവ് കുറച്ചിട്ടാക്കി. ഇതിൽ കുരുമുളക് പൊടി വേറെ എക്സ്ട്രാ ചേർത്തിട്ടില്ല, മുളക് പൊടി ചേർത്തിട്ടില്ല. ഞാനിത് കഴിച്ചത് എങ്ങനെയെന്നറിയോ, കഞ്ഞിൻ്റെ കൂടെ കേട്ടോ. നല്ല പയറും കഞ്ഞിയൊക്കെ മിക്സ് ചെയ്തിട്ട് കുറച്ച് തൈരൊക്കെ ഇട്ടു. വേറൊരു സാധനമേ വേണ്ട ഈ ഒരു ഫ്രൈ ഉണ്ടെങ്കിൽ. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അത്താഴത്തിൻ്റെ ടൈമിൽ ഞാൻ ഇങ്ങനെ കേട്ടോ കഴിച്ചു നോക്കിയത്. നിങ്ങൾക്ക് പൊറോട്ടയോ ചപ്പാത്തിയോ പത്തിലോ നെയ്ച്ചോറോ ഏതിൻ്റെ കൂടി ഇത് കഴിക്കാം കേട്ടോ. അത്രക്കും ടേസ്റ്റാണ്, വെറുതെ പറയുന്നില്ല. മസ്റ്റ് ട്രൈ ഐറ്റം തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒരു ലൈക്കോ ഒരു ഷെയറോ കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണേ. എന്നാൽ ഓക്കെ, കൂടുതൽ തന്നെ പറയാനൊന്നും വിടുന്നില്ല. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.